in the chapter നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആൻഡ് ഇൻ ദിസ് ചാപ്റ്റർ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് ലിനേജ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഓഫ് ടു കിങ്ഡം, കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം അനിമേലിയ. ഇതിൽ നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഇതിൻ്റെ ഡീമെറിറ്റ്സ് ആണ്. ഇതിൽ 3 ഡീമെറിറ്റ്സ് കാരണമാണ് ഈ 2 കിങ്ഡം മാത്രമുള്ളത് ഒഴിവായി 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വരെ എത്തിയത്. ആൻഡ് ദ ഡീമെറിറ്റ്സ് ആർ ദിറ്റ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ യൂക്കാരിയോട്സ് ആൻഡ് പ്രോക്കാരിയോട്സ്, യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ, ഫോട്ടോസിന്തറ്റിക് ആൻഡ് നോൺ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ്. സോ ഈ 3 പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. നെക്സ്റ്റ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 3 കിങ്ഡം 4 കിങ്ഡം ഒക്കെ ഉണ്ട്, പക്ഷേ നിങ്ങളുടെ സിലബസിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ടാണ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. മോണിറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ എന്നാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ക്ലാസിഫൈഡ്. മോണിറ ഇസ് ദി ഓൺലി പ്രോക്കാരിയോട്ടിക് യൂണിസെല്ലുലാർ ഓർഗാനിസം. Only prokaryotic organism and it is having cell wall of non-cellulosic which made of polysaccharides and amino acids. Prokaryote ആയതുകൊണ്ട് തന്നെ their nuclear membrane is absent, body is cellular and they are autotrophic mode of nutrition. Next one it is of protista. Protista is the unicellular eukaryotic organism and അതിൽ cell wall ചിലർക്ക് present ആണ് and nuclear membrane is present, cellular ആണ് and they are also autotrophic, photosynthetic ആണ്. And sometimes heterotrophic ഉണ്ട്. ഫംഗി എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾസോ യൂക്കാരിയോട്ടിക്, പ്രസൻറ്റ് അതിൻ്റെ സെൽവാൾ പ്രസൻ്റ് ആണ് ആൻഡ് മെയ്ഡ് ഓഫ് കൈറ്റിനുണ്ട് ആൻഡ് ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്, മൾട്ടി സെല്ലുലാർ ആൻഡ് ലൂസ് ടിഷ്യൂ ഉണ്ട്, ഹെട്രോട്രോഫിക് ആണ്. ഫംഗി ആർ ഹെട്രോട്രോഫിക്. പ്ലാന്റ് വരുമ്പം ഇറ്റ് ഇസ് എ യൂക്കാരിയോട്ടിക് ഹാവിംഗ് സെൽ വാൾ വിത്ത് സെല്ലുലോസ്, ന്യൂക്ലിയർ മെംബ്രെയിൻ ഇസ് പ്രസൻറ്റ്, ബോഡി ഓർഗനൈസേഷൻ ഉണ്ട്, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട്, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട്, ഓട്ടോട്രോഫിക് ആണ്. അനിമേലിയ വരുമ്പോൾ യൂക്കാരിയോട്ടിക് ആണ്. എന്താണ്, സെൽവാൾ ആബ്സെൻ്റ് ആണ്, കംപ്ലീറ്റ്ലി ആബ്സെൻ്റ് ആണ് സെൽവാൾ. ന്യൂക്ലിയർ മെംബ്രെയിൻ ഇസ് പ്രസൻറ്റ്, ബോഡി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ടിഷ്യൂ ഓർഗൻ സിസ്റ്റം എന്ന ഫോമിലാണ്. ആൻഡ് മോഡ് ഓഫ് ന്യൂട്രീഷൻ വരുമ്പോൾ ഹെട്രോട്രോഫിക് ഹാലോസോയിക് ആണ്. Next we are going to discuss ഇതിൻ്റെ കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ടാണെങ്കിൽ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ R.H. Whittaker in the year 1969 and the main criteria for this classification was cell structure, body organization, mode of nutrition, reproduction and phylogenetic relation. ഈ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. നെക്സ്റ്റ് 5 കിങ്ഡംസ് ഏതൊക്കെയാണ്? മോണിറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ് ആൻഡ് അനിമേലിയ. നെക്സ്റ്റ് കിങ്ഡം മോണിറ. കിങ്ഡം മോണിറ എന്ന് പറയുന്നത് ഇതൊരു ബാക്ടീരിയയുടെ ഇതിനെയാണ് കിങ്ഡം മോണിറ എന്ന് പറയുന്നത്. And they are most abundant microorganisms and they also live in extreme harsh habits like hot spring, deserts, snow, deep oceans where very few other organisms can survive. So many of them live on other parasites. So bacteria എന്നെയാണ് നമ്മൾ ശരിക്കും മുനീറ എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ദിസ് വൺ. ഐ ഷോ യു. ഓക്കെ, ബാക്ടീരിയ ഇസ് ഗ്രൂപ്പ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ഇതാണ്. ഈ ഷേപ്പ് ഫിഗർ എടുക്കുക, നിങ്ങൾ നോക്കി വെക്കാം, നിങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ബാക്ടീരിയ ക്യാൻ ബി ക്ലാസിഫൈഡ് ഓൺ ദ ബേസ് ഓഫ് ഇറ്റ്സ് ഷേപ്പ്. Spherical shaped coccus, rod shaped bacillus, coma shaped vibrio, spiral shaped spirillum. Spherical shaped coccus, rod shaped bacillus, coma shaped vibrio and spiral shaped spirillum. ഇതിൻ്റെ ഫിഗേഴ്സ് അടക്കം നോക്കി വെക്കണം. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ആർക്കിബാക്ടീരിയ. ആർക്കിബാക്ടീരിയ പറയുമ്പോൾ ഇറ്റ്സ് മോണിറയിൽ വന്നിട്ടുള്ളൊരു ഇതാണ്. ആൻഡ് ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ദേ ലീവ് ഇൻ സം ഓഫ് ദ മോസ്റ്റ് ഹാർഷ് ഹാബിറ്റ്സ് ലൈക്ക് എക്സ്ട്രീംലി സാൾട്ടി ഏരിയാസ്, ഹാലോഫൈൽസ്. എക്സ്ട്രീംലി സാൾട്ടി ഏരിയാസ് നോക്കി വെക്കണേ. എക്സ്ട്രീംലി സാൾട്ടി ഏരിയാസിലാണെങ്കിൽ ഹാലോഫൈൽസ്, ഹോട്ട് സ്പ്രിങ്ങിലാണെങ്കിൽ തെർമോ ആസിഡോഫൈൽസ്, മാർഷി ഏരിയാസിലാണെങ്കിൽ മെത്തനോജൻസ്. പിന്നെ ഈ മെത്തനോജൻസിന് കാണാൻ പറ്റുന്ന വേറൊരു സ്ഥലമാണ്. മെത്തനോജൻസ് ആർ ഓൾസോ പ്രസന്റ് ഇൻ ദ ഗട്ട്സ് ഓഫ് ruminant animals like cows, buffaloes, okay, which is responsible for the production of methane, the biogas from the dung of animal. Next it is eubacteria. Eubacteria എന്ന് പറയുമ്പോൾ ട്രൂ ബാക്ടീരിയ എന്ന് പറയും. ആൻഡ് ഇറ്റ് ഇസ് they are characterized by the presence of rigid cell wall and if motile they have flagellum. പിന്നെ cyanobacteria, blue green algae are photosynthetic autotroph. The cyanobacteria unicellular, colonial or filamentous, fresh water or marine, terrestrial algae. അതൊന്നും വെരി ഇമ്പോർട്ടൻ്റ് അല്ല. Okay, the colonies are generally, the important ആണ് കേട്ടോ, the colonies are generally surrounded by gelatinous sheath and they often forms blooms in polluted water bodies. ഈ സൈനോബാക്ടീരിയൻ്റെ കോളനീസ് എന്ത് ചെയ്യും, ഒരു ജലാറ്റിനസ് ഷീത്ത് ഫോം ചെയ്യും. അതിനാണ് നമ്മൾ അവിടെ കണ്ടോ മ്യൂസിലാജിനസ് ഷീത്ത് ഉണ്ടോ, അതാണ് ദേ ഓഫൻ ഫോംസ് ബ്ലൂംസ് ഇൻ പൊല്യൂട്ടഡ് വാട്ടർ ബോഡീസ്. സം ഓഫ് ദിസ് ഓർഗാനിസം ക്യാൻ ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇൻ സ്പെഷ്യലൈസ്ഡ് സെൽസ് കോൾഡ് ഹെട്രോസിസ്റ്റ്. ഈ ഹെട്രോസിസ്റ്റ് പറഞ്ഞ സെൽ കണ്ടോ ഇവിടെ എന്ത് ചെയ്യും, ദേ ക്യാൻ ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ. എക്സാമ്പിളാണ് എനാബിന ആൻഡ് നോസ്റ്റോക്ക്. പിന്നെ അടുത്തത് കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ ഓക്സിഡൈസ് വേരിയസ് ഇനോർഗാനിക് സബ്സ്റ്റൻസ് ലൈക്ക് നൈട്രേറ്റ്, അങ്ങനെ കുറേ സാധനങ്ങൾ എന്ത് ചെയ്യും, കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് എന്ത് ചെയ്യും, ഓക്സിഡൈസ് ചെയ്യും. പിന്നെ റീസൈക്ലിംഗ് അതിനൊക്കെ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഹെട്രോട്രോഫിക് ബാക്ടീരിയ ഇസ് മോർ അബണ്ടൻറ്റ് ഇൻ നാച്ചർ. ഹെട്രോട്രോഫിക് നമ്മളെ ഹ്യൂമനുമായിട്ട് ഭയങ്കര കോൺടാക്ട് ഉള്ളതാണ്. ദ മെജോറിറ്റി ആർ ഇമ്പോർട്ടൻറ്റ് ഡീകമ്പോസേഴ്സ് ആണ്. ദേ ആർ ഹെൽപ്ഫുൾ ഇൻ മേക്കിംഗ് കർഡ് ഫ്രം മിൽക്ക്, പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സ് ഫ്രം നൈട്രജൻ ലഗ്യൂം. ഇതൊക്കെ നിങ്ങൾ +2 നിങ്ങൾക്ക് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിൽ ഇതൊക്കെ പഠിക്കും. ലൈക്ക് മേക്കിംഗ് കേർഡ് ഫ്രം മിൽക്ക്, പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സ്, അതൊക്കെ നിങ്ങൾക്ക് എന്തായാലും പഠിക്കാനുള്ളതാണ്. പിന്നെ മൈക്കോപ്ലാസ്മ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മൈക്കോപ്ലാസ്മ അത് ഓർഗാനിസം ദറ്റ് കംപ്ലീറ്റ്ലി ലാക്ക് സെൽവാളേ ഇല്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് മനുഷ്യർക്ക് സെൽവാൾ ഉണ്ടെന്ന്, വിച്ച് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് പോളിസാക്കറൈഡ്സ് ആൻഡ് അമിനോ ആസിഡ്സ്. പക്ഷേ മൈക്കോപ്ലാസ്മയ്ക്ക് സെൽവാളില്ല. ആൻഡ് ദേ ആർ ദ സ്മോളസ്റ്റ് ലിവിങ് സെൽ നോൺ ആൻഡ് ക്യാൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ. ദി സ്മോളസ്റ്റ് ലിവിങ് സെൽ ആരാണ്?
മൈക്കോപ്ലാസ്മയാണ്. പക്ഷേ വേറെ വൈറസ് പറയുന്നതും വൈറസ് ഇതിനേക്കാൾ സ്മോളസ്റ്റ് ആണ്, പക്ഷേ ഇറ്റ് ഇസ് നോട്ട് ലിവിങ്. ഇത് ഒരാളുടെ ഉള്ളിൽ കയറിയാലേ ലിവിങ് ആവുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ പറയാത്തത്. സോ ദ സ്മോളസ്റ്റ് ലിവിങ് സെൽ നോൺ ക്യാൻ സർവൈവ് വിതൗട്ട് ഓക്സിജൻ എന്നാണ് മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മ ആർ വെരി പാത്തജനിക് ഇൻ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. സോ നെക്സ്റ്റ് ഇസ് ഓഫ് കിങ്ഡം പ്രൊട്ടിസ്റ്റ. കിങ്ഡം പ്രൊട്ടിസ്റ്റയാണ് അടുത്തത്. അതിന് പ്രത്യേകിച്ച് ബൗണ്ടറി ഒന്നും ആയിട്ടില്ല. ലൈക്ക് ഒട്ടുമിക്ക എല്ലാ സാധനവും പ്രൊട്ടിസ്റ്റായിട്ട് ഇതാവും. അതായത് ഒരു പ്രത്യേക ബൗണ്ടറിക്ക് ഉള്ളിലൊന്നും ഒതുക്കാൻ പറ്റുന്ന സാധനമല്ല. എക്സാമ്പിൾ അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലാജലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, ലൈമോൾസ് ആൻഡ് പ്രോട്ടോസോയിറ്റ്സ്. ക്രൈസോഫൈറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ക്രൈസോഫൈറ്റ്സിന് എക്സാമ്പിൾ ആണ്. ഇറ്റ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻക്ലൂഡ്സ് ഡൈ ആറ്റംസ് ആൻഡ് ഡെസിമേറ്റ്സ്, അതായത് ഗോൾഡൻ ആൽഗെ. വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദി ആർ ഫൗണ്ട് ഇൻ ഫ്രഷ് വാട്ടർ ആസ് വെൽ ആസ് ഇൻ മറൈൻ വാട്ടർ. ഫോട്ടോസിന്തറ്റിക് ആണ്, മൈക്രോസ്കോപ്പിക് ആണ്. പിന്നെ ഇത് നോക്കിക്കോളൂ, ഡയാറ്റംസ് the cell walls form two thin overlapping shells which fit together as in a soap box. അതായത് ഡയാറ്റംസിൻ്റെ സെൽ വാൾസ് ഫോം ഒരു ഓവർലാപ്പിംഗ് ഫോമിൽ വരും ആൻഡ് ഒരു ലൈക്ക് സോപ്പ് ബോക്സിന് മൂടിയിടും പോലെ ഉണ്ടാകും. ദ വാൾസ് ആർ എംബഡഡ് വിത്ത് സിലിക്ക ആൻഡ് ദസ് ദ വാൾസ് ആർ ഇൻഡെസ്ട്രക്ടബിൾ. അവരുടെ വാൾസ് എന്താണ്, വാൾസ് ആർ എംബഡഡ് വിത്ത് സിലിക്കയുടെ കോട്ടിംഗ് ഉണ്ട് അവരുടെ വാൾസിൽ. അതുകൊണ്ട് തന്നെ അധികം പെട്ടെന്നൊന്നും പൊട്ടിപ്പോകത്തില്ല. ഈ ഒരു പ്രത്യേകത കൊണ്ട് ഡയാറ്റംസ് കുറേ കാലം അവരുടെ ഷെൽസൊക്കെ റിമൂവ് ചെയ്തിട്ട് കുറേ കാലം മണ്ണിൽ അടിഞ്ഞെടുക്കുമ്പോൾ ഒരു ഫോം ആകും. ബില്യൺസ് ഓഫ് ഇയേഴ്സ് ആഫ്റ്റർ ബില്യൺസ് ഓഫ് ഇയേഴ്സ് ആ ഡെപ്പോസിറ്റിന് നമ്മൾ ഡയാറ്റമിഷ്യസ് എർത്ത് എന്ന് പറയും. ദാറ്റ് ഇസ് ഡയാറ്റംസ് ഹാവ് ലെഫ്റ്റ് എ ലാർജ് എമൗണ്ട് ഓഫ് സെൽ വാൾ ഡെപ്പോസിറ്റ്സ് ഓൺ ദിയർ ഹാബിറ്റ്സ് ആൻഡ് ദിസ് അക്യുമുലേഷൻ ഓവർ ബില്യൺസ് ഓഫ് ഇയേഴ്സ് ഇസ് റെഫർഡ് ടു ആസ് ഡയാറ്റമിഷ്യസ് എർത്ത്. ആൻഡ് ദ സോയിൽ ഇസ് യൂസിങ് ഫോർ പൊളിഷിംഗ്, ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്സ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സോയിലിലെ ഡയാറ്റമിഷ്യസ് എർത്ത് എന്ന് പറയുന്ന സോയിൽ ഇസ് യൂസ്ഡ് ഫോർ പൊളിഷിംഗ്, ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്സ്. പിന്നെ ഡയാറ്റംസ് എന്ന് പറയുന്നത് ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഓയിൻ ആണ്. ഇത് ഡൈനോഫ്ലാജലേറ്റ്സ്. ദേ ആർ മോസ്റ്റ്ലി മെറൈൻ ആൻഡ് ഫോട്ടോസിന്തറ്റിക് ആണ്. ദേ അപ്പിയർ ഇൻ യെല്ലോ, ഗ്രീൻ, ബ്രൗൺ, ബ്ലൂ ഓർ റെഡ് ഡിപ്പെൻഡിങ് ഓൺ മെയിൻ പിഗ്മെന്റ്സ് പ്രസന്റ് ഇൻ ദിയർ സെൽസ്. ഇങ്ങനെ കുറേ ഡിഫറെൻറ്റ് കളേഴ്സിലായിട്ട് ഫോം ചെയ്യും. ദിയർ സെൽ വാൾ ഹാസ് സ്റ്റിഫ് സെല്ലുലോസ് പ്ലേറ്റ് ഓൺ ദ ഔട്ടർ സർഫസ്. അവരുടെ ഔട്ടർ സർഫസിൽ എന്തുണ്ട്, സ്റ്റിഫ് സെല്ലുലോസ് പ്ലേറ്റ് ഉണ്ട്. പിന്നെ മോസ്റ്റ് ഓഫ് ദം ഹാവ് ടു ഫ്ലജല്ല. ചിലർക്ക് രണ്ട് ഫ്ലജല്ല ഉണ്ട്, കണ്ടില്ലേ ഇവിടെ ഫിഗറിൽ കണ്ടു. ചിലർക്ക് രണ്ട് ഫ്ലജല്ലം ഉണ്ട്. വൺ ലൈസ് ലോഞ്ചിറ്റ്യൂഡിനലി ആൻഡ് അതർ ഇസ് പാരൽ. ഇങ്ങനെ പാരലൽ ആയിട്ടുണ്ട്, ഇതുണ്ട് ഇങ്ങനെ പാരലൽ ആയിട്ടുണ്ട്, ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടുണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് വെരി ഓഫൺ റെഡ് ഡൈനോഫ്ലാജലേറ്റ്സ്, അതായത് ഗോണിയോലാക്സ്. ഈ എക്സാമ്പിൾ പഠിച്ചേക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. റെഡ് ഡൈനോഫ്ലാജലേറ്റ്സ് അണ്ടർഗോ സെറ്റ് റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ ദാറ്റ് മേക്ക് ദ സീ അപ്പിയർ റെഡ്. അതിന് റെഡ് ടൈഡ്സ് എന്ന് പറയും. ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഇസ് റെഡ് ടൈഡ്സ് എന്ന് ചോദിക്കും. സോ റെഡ് ഡൈനോഫ്ലാജലേറ്റ്സ് ആയിട്ടുള്ള ഗോണിയോലാക്സ് പോലുള്ളവർ എന്ത് ചെയ്യും, റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ എടുത്തിട്ട് സീനെ മൊത്തമായിട്ട് റെഡ് കളറായിട്ട് ഫോം ചെയ്യും. ആൻഡ് ഇറ്റ് ഇസ് ടോക്സിക് ആണ്. ടോക്സിൻ ഇസ് റിലീസ്ഡ് ബൈ സച്ച് എ ലാർജ് നമ്പർ ഈവൻ ഇറ്റ് കിൽസ് അതർ മറൈൻസ് ആനിമൽസ് സച്ച് എസ് ഫിഷസ്. അതായത് യൂഗ്ലിനോയിഡ്സ് ആണ്. യൂഗ്ലിനോയിഡ്സ് മെജോറിറ്റി ഓഫ് ഫ്രഷ് വാട്ടർ ഓർഗാനിസം ഫൗണ്ട് ഇൻ സ്റ്റാഗ്നന്റ് വാട്ടർ. ഇൻസ്റ്റെഡ് ഓഫ് സെൽ വാൾ, ഇവർക്ക് സെൽ വാളിന് പകരം ദേ ഹാവ് എ പ്രോട്ടീൻ റിച്ച് ലെയർ കോൾഡ് പെലിക്കൽ വിച്ച് മേക്ക് ദിയർ ബോഡി ഫ്ലെക്സിബിൾ. ഇവർക്ക് എന്തുണ്ട്, ഒരു പ്രോട്ടീൻ റിച്ച് ലെയർ ഉണ്ട്, അതിനെ നമ്മൾ പെലിക്കൽ എന്ന് പറയും. ദേ ഹാവ് ടു ഫ്ലെജല്ല, എ ഷോർട്ട് ആൻഡ് എ ലോങ് വൺ. They are photosynthetic in presence of sunlight. When deprived of sunlight, they behave heterotrophs. ഇതാണ് പറഞ്ഞത്. പ്രോട്ടിസ്റ്റ ചിലർക്ക് സെൽവാൾ ഓട്ടോട്രോഫിക്കും ആണ് ഹെറ്ററോട്രോഫിക്കും ആണെന്ന്. കാരണം ചില സമയത്ത് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഫോട്ടോസിന്തറ്റിക് ആവും. സൺലൈറ്റ് പോയി കഴിയുമ്പോൾ ദേ ബിഹേവ് ലൈക്ക് ഹെറ്ററോട്രോഫ്സ്. പിന്നെ ദ പിഗ്മെന്റ്സ് ഓഫ് യൂഗ്ലിനോയിഡ്സ് ആർ ഐഡന്റിക്കൽ ടു ദോസ് ഇൻ ദ ഹയർ പ്ലാന്റ്സ്. എക്സാമ്പിൾ യൂഗ്ലീനിയാണ്. സോ ഓരോന്നിൻ്റെയും എക്സാമ്പിൾ പഠിക്കണം. ക്രൈസോഫൈറ്റ്സ് ആണെങ്കിൽ ഡയാറ്റംസ് ആൻഡ് ഡെസിമേറ്റ്സ്, ഡൈനോഫ്ലാജലേറ്റ്സ് ആണെങ്കിൽ നമ്മൾ ഗോണിയോലാക്സ് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ യൂഗ്ലിനോയിഡ്സ് വരുന്നപ്പം യൂഗ്ലീന. Next it is slime mounds. Slime mounds are the saprophytic protists. The body moves along decaying twigs and leaves of engulfing organic matters. ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. Saprophytic protists are very important ആണ് കേട്ടോ. Slime mounds are saprophytic protists. They under suitable condition they form aggregations called a plasmodium which may grow and spread over several fits. Important ആണ്. Suitable conditionൽ അവർ പ്ലാസ്മോഡിയം ആയിട്ട് മാറും. Unfavorable conditionൽ അവർ സ്പോട്ടിംഗ് ബിയറിംഗ് സ്പോസ് ആയിട്ട് മാറും. ഓക്കെ, ബിയറിംഗ് സ്പോസ് ആയിട്ട് പിന്നെ അവർ ദേ പോസസ് ട്രൂ വാൾസ് ആണ്. പിന്നെ ദേ ആർ എക്സ്ട്രീംലി റെസിസ്റ്റൻറ്റ് ആൻഡ് സർവൈവ് ഫോർ മെനി ഇയേഴ്സ് ഈവൻ അണ്ടർ അഡ്വേഴ്സ് കണ്ടീഷൻ. പിന്നെ സ്പോസ് ആർ ഡിസ്പോസ്ഡ് ഇൻ എയർ കറന്റ്. അത് ചില MCQ ക്വസ്റ്റൻസിലൊക്കെ ചോദിക്കാറുണ്ട്. സ്പോസ് വാട്ട് ഇസ് ദി എറർ, അല്ലെങ്കിൽ വാട്ട് ഇസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻകറക്റ്റ് നോക്കുമ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാറുണ്ട്. ദ സ്പോസ് ആർ ഡിസ്പോസ്ഡ് ഇൻ വാട്ടർ കറന്റ് എന്നാണ് കൊടുക്കാറ്, പക്ഷേ ഇറ്റ് ഇസ് ഇൻ എയർ കറന്റ്. ഓക്കെ, നോട്ട് ദ പോയിന്റ്. Next it is protozoans. All protozoans are heterotrophs and live as predators or parasites. Heterotrophs ആണ് and predators or parasites ആയിട്ടാണ് ജീവിക്കുന്നത്. 4 മെയിൻ ഗ്രൂപ്പ്സ് ഉണ്ട്. Amoeboid protozoan, flagellated protozoan, ciliated protozoan and sporozoans. Amoeboid protozoans ഇത് നിങ്ങൾ ഡീപ്പായിട്ടൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് പേര് പഠിക്കുക. ഇതിൻ്റെ മെയിൻ പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കി നോക്കുക. സോ ദീസ് ആർ ദ ലിവിങ് ഓർഗാനിസം ലിവിങ് ഇൻ ഫ്രഷ് വാട്ടർ. പിന്നെ ദേ മൂവ് ആൻഡ് ക്യാപ്ചർ ദിയർ പ്രേ ബൈ പുട്ടിംഗ് ഔട്ട് സ്യൂഡോപോഡിയ. അമീബ പറയുമ്പോൾ സ്യൂഡോപോഡിയ ഉണ്ടല്ലോ, അതുപോലെ അമീബോയിഡ് പറയുമ്പോൾ എന്താണ് സ്യൂഡോപോഡിയ വെച്ചിട്ട് ഫാൾസ് ഫീഡ്സ് വെച്ചിട്ട് എന്ത് ചെയ്യും, അവർ ഫുഡിനെ ക്യാപ്ചർ ചെയ്യും. അത് എക്സാമ്പിൾ അമീബയാണ്. മെറൈൻ ഹാവ് സിലിക്ക ഷെൽ ഓൺ ദിയർ സർഫസ്. സം ഓഫ് ദം ആർ എക്സാമ്പിൾ എൻഡമീബ, അതൊരു പാരസൈറ്റാണ്. ഓക്കെ, flagellated protozoan. The members of this group are either free living or parasitic. They have flagella. The protozoan form cause diseases such as sleeping sickness. Flagellated ആകുമ്പം അവർക്ക് ഫ്ലജല്ല ഉണ്ട്. അവരുടെ പാരസൈറ്റിക് ഫോം എന്തെങ്കിലും സ്ലീപ്പിംഗ് സിക്നസ് കോസിങ്. എക്സാമ്പിൾ ട്രിപ്പനോസോമ. അടുത്തത് സിലിയേറ്റഡ് പ്രോട്ടോസോവയാണ്. സിലിയേറ്റഡ് എന്ന് പറയുമ്പോൾ അക്വാട്ടിക് ആണ്. അവർക്ക് സീലിയാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്, ഫ്ലജലി അല്ല. സീലിയും ഫ്ലജലിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അല്ലല്ല, സീലിയസ് ആണ് മൈന്യൂട്ട് ആയിട്ടുള്ള ഹെയർസ് ആണ്. ഫ്ലജല പറയുമ്പോൾ ലോങ് ആയിട്ടുള്ള ഹെയർസ് ആണ്.
They have a cavity called the gullets that opens to outside of the cell surface. The coordinated ഇത് പഠിക്കണം. They have a cavity called the gullet that opens to the outside of the cell surface. അത് ചിലപ്പോൾ ഫുഡ്സിനെ റിമൂവ് ചെയ്യാനും എൻ്റർ ചെയ്യാനും ഒക്കെ ആയിരിക്കും. The coordinated movement of rows of cilia causes water laden with food be steered into the gullets. അത് ഫുഡിനെ ഉള്ളോട്ട് എടുക്കാനും ഒക്കെയാണ് എന്ത് ഗള്ളറ്റ്സ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പാരാമീസിയം. Sporozoans. This includes diverse organisms that have infectious spore-like stage. Sporozoans എന്തുണ്ട് infectious spore-like stage ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ് in their life cycle. The most notorious is Plasmodium. അത് എക്സാമ്പിൾ malarial parasites which cause malaria. മലേറിയ കോസ് ചെയ്യുന്ന പാരസൈറ്റ്സ് ഒക്കെ പ്ലാസ്മോഡിയം ആണ്. മലേറിയ കോസ് ചെയ്യുന്ന പാരസൈറ്റ്സ് അതൊക്കെ എന്താണ് സ്പോറോസോയിൻസ് ആണ്. നെക്സ്റ്റ് ഇറ്റ് ഇസ് ഓഫ് കിൻഡം ഫംഗി. കിൻഡം ഫംഗി എന്താണ് സെൽ വാൾ ഇസ് കമ്പോസ്ഡ് ഓഫ് കൈറ്റിൻ ആൻഡ് പോളിസാക്കറൈഡ്സ്. ഇവരുടെ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ സെൽ വാളിൽ എന്തുണ്ട് കൈറ്റിൻ ഉണ്ടെന്ന്. മോസ്റ്റ് ഓഫ് ദ ഫംഗി ആർ ഹെറ്ററോട്രോഫിക് ആൻഡ് അബ്സോർബ് സോല്യൂബിൾ ഓർഗാനിക് മാറ്റർ ഫ്രം ഡെഡ് ആൻഡ് സബ്സ്ട്രേറ്റ്സ് കോൾഡ് സാപ്രോഫൈറ്റ്സ്. സാപ്രോഫൈറ്റ്സ് പറയുന്നത് ഡെഡ് ആൻഡ് ചത്ത സാധനത്തിൽ നിന്നിട്ട് ന്യൂട്രിയൻസ് വലിക്കുന്നതിനാണ് സാപ്രോഫൈറ്റ്. ലിവിങ്ങിൽ നിന്ന് വലിക്കുന്നതിന് നമ്മൾ പാരസൈറ്റ് എന്ന് പറയും. പിന്നെ ഫംഗി ദേ ക്യാൻ ഓൾസോ ലീവ് ആർ സിംബയോൺസ് ലൈക്ക് ഇൻ അസോസിയേഷൻ വിത്ത് ആൽഗെ, അതിന് ലൈക്കൻസ് പറയും. റൂട്ട്സ് ആണെങ്കിൽ അതിന് നമ്മൾ മൈക്രോറൈസ എന്ന് പറയും. റൂട്ട്സ് ആയിട്ട് അസോസിയേഷൻ നമ്മൾ മൈക്രോറൈസ എന്ന് പറയും. ഫംഗി വിത്ത് റൂട്ട്. ഫംഗി വിത്ത് ആൽഗെ ആണെങ്കിൽ ലൈക്കൻ എന്ന് പറയും. ദ സെക്ഷൽ സൈക്കിൾ ഇൻവോൾവ്സ് 3 steps, ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തത് ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം ബിറ്റ്വീൻ 2 മോട്ടൈൽ ഓർ നോൺ മോട്ടൈൽ ഗാമെറ്റ്സ് കോൾഡ് പ്ലാസ്മോഗമി. അതായത് ഇവരുടെ പ്രോട്ടോപ്ലാസത്തിൻ്റെ ഫ്യൂഷനെയാണ് നമ്മൾ പറയുന്നത്, അതിന് പ്ലാസ്മോഗമി പറയും. പിന്നെ എന്നിട്ട് അവരുടെ പുറത്തുള്ളത് ഫ്യൂസ് ചെയ്യും, അതിന് പ്ലാസ്മോഗമി. എന്നിട്ട് ഉള്ളിലുള്ള ന്യൂക്ലിയർ ഫ്യൂസ് ചെയ്യും, അതിന് സൈക്കാരിയോഗമി. പിന്നെ അവിടെ മിയോസിസ് നടക്കും. മിയോസിസ് എന്ന് പറയുമ്പോൾ സ്പ്ലിറ്റിംഗ് അല്ലേ, അപ്പോൾ മിയോസിസ് ഇൻ സൈഗോട്ട് റിസൾട്ടിങ് ഇൻ ഹാപ്ലോയിഡ് സ്പോർസ്. അടുത്തത് ഫംഗിയുടെ ക്ലാസിഫിക്കേഷനാണ്. ഫംഗി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 4: ഫൈക്കോമൈസൈറ്റ്സ്, ആസ്കോമൈസൈറ്റ്സ്, ബെസിഡിയോമൈസൈറ്റ്സ് ആൻഡ് ഡ്യൂട്രോമൈസൈറ്റ്സ്. ഓക്കെ, ഫൈക്കോമൈസൈറ്റ്സ് പറയുമ്പോൾ മെമ്പർ ഓഫ് ഫൈക്കോമൈസൈറ്റ്സ് ആർ ഫൗണ്ട് ഇൻ അക്വാറ്റിക് ഹാബിറ്റ്സ് ഓൺ ഡീക്കേയിങ് വൂഡ്സ് ഇൻ മോസ്റ്റ് ഇൻ ഡാംപ്. അതൊന്നും ആവശ്യമില്ല. ദി ആർ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് ഓൺ പ്ലാന്റ്സ്, അത് പഠിക്കാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മൈസീലിയം ഇസ് അസെപ്റ്റേറ്റ് ആൻഡ് സിനോസെപ്റ്റിക്. അവർക്ക് മൈസീലിയം ഉണ്ട് വിച്ച് ഇസ് അസെപ്റ്റേറ്റ് ആണ് ആൻഡ് സിനോസെപ്റ്റിക് ആണ്. പിന്നെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ടേക്ക് പ്ലേസ് സൂ സ്പോർ ഓർ ആപ്ലാനോസ്പോർസ്, അതായത് ഒന്നെങ്കിൽ മോട്ടൈലായിരിക്കും അല്ലെങ്കിൽ നോൺ മോട്ടൈലായിരിക്കും. These spores are endogenously produced in sporangium. Zygospore is formed by fusion of 2 gametes. These gametes are similar in morphology or dissimilar in ചിലപ്പോൾ സൈഗോസ്പോർ ആയിരിക്കും. പിന്നെ ഗാമറ്റ്സ് ഫോം ചെയ്യുന്നത് ചിലപ്പം എങ്ങനെയായിരിക്കും, ഐസോഗ്യാമസ് ആയിട്ടും ഫോം ചെയ്യും, ഐസോഗ്യാമസ് അല്ലെങ്കിൽ ഊഗ്യാമസ് ആയിട്ടും ഫോം ചെയ്യും. അതായത് ഒരേ ഗാമറ്റ്സ് ആണെങ്കിൽ ഐസോഗ്യാമസ്, ഡിഫറൻസ് ആണെങ്കിൽ അനൈസോഗ്യാമസ്, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ മ്യൂക്കോറൈസോപ്പസ് ആൻഡ് ആൽബുക്കോ. മ്യൂക്കോറൈസോപ്പസ് ആൽബുക്കോ. ആസ്കോമൈസൈറ്റ്സിനെ നമ്മൾ സാക് ഫംഗി എന്നാണ് പറയുന്നത്. ആസ്കോമൈസൈറ്റ്സ് ആർ മൾട്ടി സെല്ലുലാർ. എക്സാമ്പിൾ പെനിസിലിയം. റെയർലി യൂണിസെല്ലുലാർ ആണ്. യൂണിസെല്ലുലാറിൻ്റെ എക്സാമ്പിൾ ഈസ്റ്റ് ആണ്. സോ ഏറ്റവും ആദ്യം പറയാനുള്ളത് ഫംഗി ഒട്ടുമിക്കതും എന്താണ് മൾട്ടി സെല്ലുലാറാണ്, എക്സെപ്റ്റ് ഈസ്റ്റ് വെച്ചിട്ട് ബാക്കി എല്ലാവരും മൾട്ടി സെല്ലുലാറാണ്. ഈസ്റ്റ് മാത്രം യൂണിസെല്ലുലാറാണ്. ദി ആർ സാപ്രോഫൈറ്റിക് ഡീകമ്പോസേഴ്സ്, പാരസൈറ്റിക് ഓർ കൊപ്രോഫിലസ്. കൊപ്രോഫിലസ് പറഞ്ഞാൽ ഗ്രോയിങ് ഓൺ ഡങ്സ് ആണ്. പിന്നെ മൈസീലിയം എന്താണ് ബ്രാഞ്ച്ഡ് ആൻഡ് സെപ്റ്റേറ്റ് ആണ്. സെക്ഷൽ സ്പോർ ആസ്കോസ്പോർ ആണ്. ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഈ 2 പോയിന്റ്. മൈസീലിയംസ് ബ്രാഞ്ച്ഡ് ആൻഡ് സെപ്റ്റേറ്റ്. സെക്ഷൽ സ്പോർസ് ആർ ആസ്കോസ്പോർ വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് എൻഡോജിനസ്ലി ഇൻ സാക് ലൈക്ക് ആസ്കൈ ആൻഡ് ദ ആസ്കൈ ആർ അറേഞ്ച്ഡ് ഇൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൂട്ടിംഗ് ബോഡീസ് കോൾഡ് ആസ്കോകാംസ്. എക്സാമ്പിൾ ആസ്പെർഗില്ലസ്, ക്ലാവിസിപ്സ് ആൻഡ് ന്യൂറോസ്പോറ. പിന്നെയുണ്ട് ന്യൂറോസ്പോറ എന്ന് പറയുന്നത് ബയോകെമിക്കൽ ഏജൻ്റായിട്ടോ അല്ലെങ്കിൽ ജനറ്റിക് വർക്ക്സിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ലബോറട്ടറി വർക്ക്സിനൊക്കെ നമ്മൾ കൂടുതലും ന്യൂറോസ്പോറയാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഡെലിക്കസീസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗയാണ് ട്രഫിൾസും മോറൽസും. ട്രഫിൾസ് എഡിബിൾ ആണ് ആൻഡ് യൂസസ് ഡെലിക്കസീസ്. ബെസിഡിയോമൈസൈറ്റ്സിനെ നമ്മൾ ക്ലബ് ഫംഗി എന്നാണ് പറയാറ്. ബെസിഡിയോമൈസൈറ്റ്സ് എക്സാമ്പിൾ മഷ്റൂംസ്, ബ്രാക്കറ്റ് ഫംഗി, പഫ് ബോൾസ് ഒക്കെ ഉണ്ട്. ദേ ഗ്രോ ഇൻ സോയിൽസ് ഓൺ ലോഗ്സ് ഓൺ ട്രീസ് ആൻഡ് ലിവ് ഇൻ പ്ലാൻ ബോഡീസ് ആസ് പാരസൈറ്റ്സ്. റസ്റ്റ് ആൻഡ് സ്മട്ട് ആണ് വേറൊരു എക്സാമ്പിൾ. അപ്പോൾ ഇതിന് കുറേ എക്സാമ്പിൾ ഉണ്ട്, മഷ്റൂംസ്, റസ്റ്റ് ആൻഡ് സ്മട്ട്സ് ഒക്കെ. പിന്നെ ഇവരുടെ മൈസീലിയം ബ്രാഞ്ച്ഡ് ആൻഡ് സെപ്റ്റേറ്റ് ആണ്. ബ്രാഞ്ച്ഡ് ആൻഡ് അസെപ്റ്റേറ്റ് ആയിട്ടുള്ള ഒരൊറ്റ ആളുകൾ, അത് ആരാണ് ഫൈക്കോമൈസൈറ്റ്സ് ആണ്. പിന്നെ ദ ബെസിഡിയോസ്പോർസ് ആർ എക്സോജിനസ്ലി പ്രൊഡ്യൂസ്ഡ് ഓൺ ബെസിഡിയം. ഇവരുടെ ഫ്രൂട്ടിംഗ് ബോഡി എന്താണ് ബെസിഡിയോ കാർപ്പാണ്. ബെസിഡിയോ സ്പോർസ് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് അഗാരിക്കസ് ആണ് മഷ്റൂം. അസ്റ്റിലാഗോസ്മട്ട്, പക്സീനിയ റസ് ഫംഗസ് എന്താണ് പോയിസണസ് മഷ്റൂം ആണ് അമാനിറ്റ. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ പോയിസണസ് മഷ്റൂം അമാനിറ്റ. ഡ്യൂട്രോമൈസൈറ്റ്സ് പറയുമ്പോൾ ഇംപെർഫെക്റ്റ് ഫംഗി ആണ്. കാരണം ഇവരുടെ എന്തെല്ലാം സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് ആബ്സെൻറ്റ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട് കൊണീഡിയ വഴി, പക്ഷേ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആബ്സെൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇംപെർഫെക്റ്റ് ഫംഗി എന്ന് പറയുന്നത്. ഇപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഏതെങ്കിലും കണ്ടുപിടിച്ചാൽ അവരെ നമ്മൾ ഒന്നെങ്കിൽ ഫൈക്കോമൈസൈറ്റ് അല്ലെങ്കിൽ ആസ്കോമൈസൈറ്റ്സ് അല്ലെങ്കിൽ ബെസിഡിയോമൈസൈറ്റ്സിൽ കൊണ്ടുവരും. പിന്നെ ഇവരുടെ മൈസീലിയം എന്ന് പറയുന്നത് സെപ്റ്റേറ്റ് ആൻഡ് ബ്രാഞ്ചഡ് ആണ്. എക്സാമ്പിൾ ആൾട്ടർനേരിയ, കോളിറ്റോട്രൈക്കം ആൻഡ് ട്രൈക്കോഡർമ. കിൻഡം പ്ലാന്റ് ഇൻക്ലൂഡ്സ് ഓൾ ദി യൂക്കാരിയോട്ടിക് ക്ലോറോഫിൽ കണ്ടെയ്നിങ് ഓർഗാനിസംസ് കോമൺലി കോൾഡ് പ്ലാന്റ്സ്. അതായത്
യൂക്കാരിയോട്ടിക് ആണ്. ക്ലോറോഫിൽ ചിലതിൽ ക്ലോറോഫിൽ ഉണ്ട്, പക്ഷേ ചിലതിൽ ക്ലോറോഫിൽ കണ്ടന്റ് വേറെ ആയിരിക്കും, അതൊക്കെ നോക്കണം. ആൻഡ് ഫ്യൂ മെമ്പേഴ്സ് ആർ പാർഷ്യലി ഹെറ്ററോട്രോഫിക്. അപ്പോൾ ഇവരിൽ ചിലർ പാർഷ്യലി ഹെറ്ററോട്രോഫിക് ആണ്. എക്സാമ്പിൾ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്. ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് എന്താണ്, ലൈക്ക് അവർ ബാക്കിയുള്ളവരെ കഴിക്കല്ലേ, ബാക്കി ഇൻസെക്ട്സിനൊക്കെ കഴിക്കുക. ബ്ലാഡർ വോട്ടും വീനസ് ഫ്ലൈട്രാപ്പ് ആർ എക്സാമ്പിൾസ് ഓഫ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്. ബ്ലാഡർ വോട്ട് and Venus flytraps are examples for insectivorous plants. Cuscuta is a parasite. The plant cells have a eukaryotic structure with prominent chloroplast and cell wall mainly made of cellulose. ഇവരുടെ സെൽ വാൾ എങ്ങനെ ഉണ്ടാക്കിയത്, മെയ്ഡ് ഓഫ് സെല്ലുലോസ് ആണ്. പ്ലാന്റ് ഇൻക്ലൂഡ്സ് ആൽഗെ, ബ്രയോഫൈറ്റ്, സ്റ്റെർഡോഫൈറ്റ്, ജിംനോസ്പം ആൻഡ് ആൻജിയോസ്പം. പിന്നെ ഇവരുടെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് പ്ലാന്റ് ഹാസ് 2 distinct phases. ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് ഉണ്ട്, ഹാപ്ലോയിഡ് ഗാമറ്റോഫൈറ്റിക് ഉണ്ട്. അത് നിങ്ങൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. പ്ലാന്റയിൽ പഠിക്കും, അല്ലെങ്കിൽ എന്താ പ്ലാന്റ് കിണ്ടം അങ്ങനെ തോന്നുന്നു. എൻ്റെ 2 ലൈഫ് ഫോംസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ കാണിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആണ്. പിന്നെ ആനിമേലിയ, കിണ്ടം ആനിമേലിയ ആർ ക്യാരക്ടറൈസ്ഡ് ബൈ heterotrophic eukaryotic organisms that are multicellular and they lack cell walls. They directly or indirectly depends on plants for food. ഫുഡിന് വേണ്ടിയിട്ട് പ്ലാന്റ്സ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദേ ഡൈജസ്റ്റ് ഫുഡ് ഇൻ ഇൻറ്റേർണൽ ക്യാവിറ്റി ആൻഡ് സ്റ്റോർ ഫുഡ് ഇൻ റിസർവ്സ് ആസ് ഗ്ലൈക്കോജൻ ആൻഡ് ഫാറ്റ്. ഇതാണ് ഗ്ലൈക്കോജൻ അല്ലെങ്കിൽ ഫാറ്റ് ആയിട്ട് ഇവർ ഫുഡിനെ സ്റ്റോർ ചെയ്ത് വെക്കും. മോഡ് ഓഫ് ന്യൂട്രീഷൻ ഹോളോസോയിക് ആണ്, അതായത് ഇൻജക്ഷൻ ഓഫ് ഫുഡാണ്. They follow a definite growth pattern and growth into adults, and they have a definite shape and size. Higher forms show elaborate sensory and neuromotor mechanism. Most of them are capable of locomotion. Next is virus, viroids, prions and lichens. ഇവർ 5 kingdom classification നടത്തിയെങ്കിലും ഈ 4 ആളുകൾ എന്ത് ചെയ്യായിരുന്നു, ക്ലാസിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. കാരണം അവരുടെ ഇതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഇല്ലായിരുന്നു. ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത്, ലൈക്ക് മോഡ് ഓഫ് ന്യൂട്രീഷൻ മറ്റത് മറിച്ച് അങ്ങനെ ഇല്ലായിരുന്നു. പക്ഷേ അതൊന്നും വെച്ചിട്ട് ഇവർ ക്ലാസിഫൈ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. കാരണം വൈറസിനെന്ന് പറയാം, വൈറസ് നോൺ സെല്ലുലാർ ഓർഗാനിസംസ് ദാറ്റ് ആർ ക്യാരക്ടറൈസ്ഡ് ടു ഹാവിങ് ഇനർ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഔട്ട്സൈഡ് ദ സെൽ വാൾ. അതായത് സെൽ വാളിൻ്റെ പുറത്തുണ്ടായിരിക്കും അവർ ഇനർ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറാണ്. പിന്നെ ഒരു ഹോസ്റ്റിന്, അതായത് ഏതെങ്കിലും ഒരാളെ ഇൻഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ 1.5 വാക്കിംഗ് ആയിരിക്കും അവിടെ നടത്തുന്നത്. ലൈക്ക് കില്ലിങ് ദ ഹോസ്റ്റ് ഒന്നായിട്ട് കൊല്ലുക വരെ ചെയ്യും. പിന്നെ വൈറസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വൈറസ് മെൻ ബൈ venom or poisonous fluid. Ivanovsky in the year 1892 recognized certain microbes as coastal organisms of mosaic disease called mosaic disease of tobacco. ടൊബാക്കോയിൽ mosaic disease പറഞ്ഞിട്ടൊരു ഡിസീസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് ഇവനോസ്കി ആണ്. And they were also found they are smaller than bacteria. ബാക്ടീരിയനെക്കാട്ടിലും ചെറുതായിട്ടുള്ള സാധനമാണ് കണ്ടുപിടിച്ചു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബാക്ടീരിയ പ്രൂഫ് ഫിൽറ്റർ വെച്ചിട്ടാണ് അത് കണ്ടുപിടിച്ചത്. ആരാണ്, ഇവനോസ്കി. പിന്നെ എം.ഡബ്ല്യു. ബെയ്ജർനിക് 1898 എത്തിയപ്പം എം.ഡബ്ല്യു. ബെയ്ജർനിക്കിനെ കണ്ടുപിടുന്നത് the extract of infected plants of tobacco could cause infection in healthy plants also. അതായത് ഒരു ഇൻഫെക്റ്റഡ് പ്ലാന്റ് അത് ഹെൽത്തി പ്ലാന്റ്സിനെയും കൂടി ഇൻഫെക്റ്റഡ് ആക്കി മാറ്റാൻ പറ്റുന്നത് ബെയ്ജർനിക് 1898 പ്രൂവ് ചെയ്തു. പിന്നെന്താ പറയുന്നതെന്ന് വെച്ചാൽ ആൻഡ് ഓൾസോ നെയിംഡ് എസ് എ ന്യൂ പാത്തജൻ കോൾഡ് വൈറസ്. അങ്ങനെ വൈറസ് എന്നും പറഞ്ഞു. ആൻഡ് ഹി ഓൾസോ കോൾഡ് കണ്ടേജിയം വൈവം ഫ്ലൂയിഡിയം, അതായത് ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡ്. അത് ഒരു ഫ്ലൂയിഡാണ്, ലൈക്ക് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഫ്ലൂയിഡാണെന്ന് കണ്ടുപിടിച്ചു. പിന്നെ W.M. സ്റ്റാൻലി in 1935, ഈ ഇയറൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. ഈ ഇയർ ഇതൊക്കെ ഈ MCQ ക്വസ്റ്റ്യൻ നീറ്റ് അങ്ങനത്തെ വരുമ്പോൾ നല്ല ഇമ്പോർട്ടൻറ്റ് ഉള്ളതാണ്. ഇപ്പം W.M. സ്റ്റാൻലി 1935 പറഞ്ഞത് വൈറസ് ഒരു ക്രിസ്റ്റലൈസ്ഡ് ഫോമാണ്. ക്രിസ്റ്റൽസ് ആർ ലാർജ്ലി പ്രോട്ടീൻസ്, അതായത് ഒരു ക്രിസ്റ്റൽസ് പോലെയാണ്, അതെന്താണ് പ്രോട്ടീൻസിൻ്റെ ക്രിസ്റ്റൽസ് ആണെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വൈറസ് ദേ ആർ ഇനോർഡ് ഔട്ട്സൈഡ് ദ സ്പെസിഫിക് ഹോസ്റ്റ് ആൻഡ് വൈറസസ് ആർ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ്. വൈറസ് എന്താണ്, ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് ആണ്. വൈറസസ് ആർ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ്. ഇൻ അഡീഷൻ ടു പ്രോട്ടീൻ, വൈറസ് ഓൾസോ കണ്ടെയ്ൻ ജനറ്റിക് മെറ്റീരിയൽസ്. വൈറസിന് പ്രോട്ടീൻ മാത്രമല്ല ഉള്ളത്. ഇവിടെ മുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വൈറസ് എന്താണ്, ക്രിസ്റ്റൽ പ്രോട്ടീൻസ് ആണ്. W.M. സ്റ്റാൻലി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വൈറസിൽ പ്രോട്ടീൻ മാത്രമല്ല ഉള്ളത്, ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള either ഒന്നെങ്കിൽ RNA അല്ലെങ്കിൽ DNA ഉണ്ടാകും. രണ്ടുമുള്ളൊരു വൈറസ് ഇല്ല. A virus is a nucleoprotein. വൈറസ് എന്താണ്, ഒരു ന്യൂക്ലിയോപ്രോട്ടീൻ ആണ്. ആൻഡ് ദ ജനറ്റിക് മെറ്റീരിയൽ ഇസ് ഇൻഫെക്ഷസ്. ജനറലി നമ്മൾ പറയുമ്പോൾ വൈറസ് ഇൻഫെക്ട്സ് പ്ലാന്റ്സ് ഓഫ് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA. പ്ലാന്റ്സിനെ ഇൻഫെക്ട് ചെയ്യുന്നതാണെങ്കിൽ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആയിരിക്കും. വൈറസ് ദറ്റ് ഇൻഫെക്ട് ആനിമൽസ് ആണെങ്കിൽ സിംഗിൾ ഓർ ഡബിൾ സ്റ്റാൻഡേർഡ് RNA. SSRNA അല്ലെങ്കിൽ DSRNA ആയിരിക്കും, അല്ലെങ്കിൽ SSDNA ആയിരിക്കും, DSDNA. ഓക്കെ. പിന്നെ ബാക്ടീരിയൽ വൈറസ് അതല്ലെങ്കിൽ ബാക്ടീരിയോഫേജ് ആർ ഡബിൾ സ്റ്റാൻഡേർഡ് വൈറസ്. ഓക്കെ. ഇത് പ്രോട്ടീൻ കോഡ്സ്, ഇതിൻ്റെ പ്രോട്ടീൻ കോഡ് നമ്മൾ ക്യാപ്സിഡ് എന്ന് പറയും. ഇതാണ് ഇതിൻ്റെ പ്രോട്ടീൻ കോഡ്സ്. ഇതിനെ നമ്മൾ ക്യാപ്സിഡ് എന്ന് പറയും. ഓക്കെ. പിന്നെ നെക്സ്റ്റ് വന്നെന്ന് പറയുന്നത് അതിൻ്റെ ഓരോരോ സ്മോൾ യൂണിറ്റ്സ്. ഇപ്പോൾ എല്ലാത്തിനെയും കൂടിയിട്ടാണ് നമ്മൾ ക്യാപ്സിഡ് എന്ന് പറയുന്നത്. സിംഗിളായിട്ട് പറയുമ്പോൾ എന്ത് പറയും, ക്യാപ്സോമിയർ എന്ന് പറയും. ഓക്കെ. പിന്നെ ദി ആർ അറേഞ്ച്ഡ് ഇൻ ഹെലിക്കൽ ഓർ പോളിഹെഡ്രൽ ജിയോമെട്രിക് ഫോം. വൈറസ് കോസ് ചെയ്യുന്ന ഡിസീസ് ലൈക്ക് മംസ്, സ്മോൾ പോക്സ്, ഹെർബ്സ്, ഇൻഫ്ലുവൻസ, എയ്ഡ്സ് ആണ് ഒരു ഹ്യൂമൻ ഭയങ്കരമായിട്ട് കോസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ വൈറസ് എന്ന് പറയുമ്പോൾ നമുക്ക് വീനോ വൈറസ്, ഇപ്പോൾ പൊതുവെ കൊറോണ വൈറസ്, അതൊക്കെ ഒരു വൈറസാണ്. അത് പുറമെ ആൾ പ്രശ്നക്കാരനല്ല, പക്ഷേ ഉള്ളിൽ കയറിയാൽ, ഹോസ്റ്റിൻ്റെ അകത്ത് കയറിയാൽ ഹോസ്റ്റിനെ കൊല്ലും, അല്ലെങ്കിൽ ഡെഡ്ലി ആയിട്ടുള്ള ഇതൊക്കെ പ്രശ്നങ്ങളുണ്ടാകും.
പിന്നെ അബൌട്ട് വൈറോയിഡ്സ് സ്മോളർ ദാൻ വൈറസ് ആണ് ആദ്യത്തെ കാര്യം. അത് കണ്ടുപിടിച്ചത് 1971 ടിയോ ഡെയ്നറാണ്. ആൻഡ് ഇറ്റ് ഇസ് ഇൻഫെക്ഷസ് ഏജൻറ്റ് ദാറ്റ് വാസ് സ്മോളർ ദാൻ വൈറസ് കോസ്ഡ് പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. ഇമ്പോർട്ടൻ്റ് ആണ്, പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. ആൻഡ് ഇറ്റ് വാസ് ഫൗണ്ട് ഫ്രീ RNA ആണ്. ഇതിൻ്റെ ഒട്ടുമിക്ക സെൻറ്റൻസ് ഇമ്പോർട്ടൻ്റ് ആട്ടോ. പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസിനെ കോസ് ചെയ്യും. ഫ്രീ RNA ആണ്. ലാക്ക് ഓഫ് പ്രോട്ടീൻ കോഡ്. ഇതിന് പ്രോട്ടീൻ കോഡില്ല, ഇതിന് എന്താണ് RNA മാത്രമേ ഉള്ളൂ. പിന്നെ ഹെൻസ് എ നെയിം ഇസ് വൈറോയിഡ്സ്. അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് വൈറോയിഡ് എന്ന് വന്നത്. RNA മാത്രമേ ഉള്ളൂ, പ്രോട്ടീൻ ഇല്ലാത്തതുകൊണ്ട്. പിന്നെ പ്രിയോൺസിൽ എന്താണെന്ന് വെച്ചാൽ പ്രോട്ടീൻസേ ഉള്ളൂ, DNA ഇല്ല. ഇറ്റ് ഇസ് ദ ഏജൻറ്റ് വാസ് സിമിലർ ഇൻ സൈസ് ഓഫ് വൈറസ്. ദീസ് ഏജൻറ്റ്സ് ആർ കോൾഡ് പ്രിയോൺസ്. മോസ്റ്റ് നോട്ടബിൾ ഡിസീസ് കോസ്ഡ് ബൈ പ്രിയോൺസ് ആർ ബ്രൂവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി. BSc പറഞ്ഞൊരു ഡിസീസാണ് കോസ് ചെയ്യുന്നത്. ഇതിൽ പ്രോട്ടീൻ മാത്രമേ ഉള്ളൂ എന്നാണ് ആദ്യത്തെ കാര്യം. പിന്നെ BScനെ നമ്മൾ മാഡ് കൗ ഡിസീസ് എന്ന് പറയും. പിന്നെ ലൈക്കൻസ് നമ്മൾ ചെറിയ ക്ലാസ്സിലേ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഇറ്റ് ഇസ് എ മ്യൂച്വൽ സിംബയോസിസ് ഓഫ് ആൽഗെ ആൻഡ് ഫംഗി. അതിനാണ് നമ്മൾ ലൈക്കൻ എന്ന് പറയുന്നത്. അതിൻ്റെ ആൽഗലിൻ്റെ സൈഡിനെ നമ്മൾ ഫൈക്കോബയോണ്ട് എന്നും ഫംഗൽ കമ്പോണൻറ്റിന് നമ്മൾ മൈക്കോബയോണ്ട് എന്ന് പറയും. അത് മാറിപ്പോയത് ഫംഗൽ കമ്പോണൻറ്റ് ഫൈക്കോബയോണ്ടും ആൽഗൽ കമ്പോണൻറ്റ് മൈക്കോബയോണ്ടും മാറിപ്പോയത്. യു മസ്റ്റ് സേ ആൽഗൽ കമ്പോണൻറ്റ് ഫൈക്കോബയോണ്ടും ഫംഗൽ കമ്പോണൻറ്റ് മൈക്കോബയോണ്ടും ആണ്. വിച്ച് ആർ ഓട്ടോട്രോഫിക് ആൻഡ് ഹെറ്ററോട്രോഫിക്. അതായത് ഫൈക്കോബയോണ്ട് ഓട്ടോട്രോഫിക്കും മൈക്കോബയോണ്ട് ഹെറ്ററോട്രോഫിക്കുമാണ്. ആൽഗെ പ്രിപ്പയർ ഫുഡ് ഫോർ ഫംഗി ആൻഡ് ഫംഗി പ്രൊവൈഡ് ഷെൽട്ടർ. ആൽഗെ എന്താണ്? പ്ലാന്റ് ഫുഡ് കൊടുക്കും. ആൻഡ് ഫംഗസ് എന്ത് ചെയ്യും? ഷെൽട്ടറും കൊടുക്കും. അതാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും കാര്യമുള്ളൂ പറയാൻ. സ്റ്റഡി വെൽ. താങ്ക് യു.